ഇവിടുത്തെ മരുന്ന് ലോബിയെ സഹായിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ അജണ്ടയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് 20 വകുപ്പുകൾക്കും ഇവർക്ക് അസഹിഷ്ണുതയില്ല? ഈ ഒരു വകുപ്പിനോടെയുള്ള അസഹിഷ്ണുത കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു വകുപ്പിനോട് ഇവർ സമരം ചെയ്തിട്ടില്ല, ഒരു കൊടി കുത്തിയിട്ടില്ല, ഒരു കൊടി പിടിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി എവിടെ പോയാലും, ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ, ആരോഗ്യമന്ത്രി ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ, ആരോഗ്യമന്ത്രി വീട്ടിൽ ഉറങ്ങാൻ പോയാൽ അവിടെ, വീട് തുറന്ന് റീത്ത് കൊണ്ടുവെക്കും. അപ്പം 20 വകുപ്പിനോട് അസഹിഷ്ണുതയില്ല, ആരോഗ്യമന്ത്രിയോട് മാത്രം അസഹിഷ്ണുത. ഇതിന്റെ വ്യക്തമായ ധാരണ കേരളത്തിലെ ആരോഗ്യമേഖല തകിടം മറിക്കണം. ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യങ്ങളായിട്ട് ഉയർത്തി പത്തനംതിട്ടയിൽ 6 മണി വരെ OP സൗകര്യം കൊണ്ടുവന്നു. എല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലുള്ള അങ്കണവാടികൾ ശ്രദ്ധിക്കണം. എന്റെയൊക്കെ കുഞ്ഞിലെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ ടൈ ഇട്ട് പോകുന്നത് കാണുമ്പോൾ കൊതിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ഒന്ന് പോകാൻ. ഇന്ന് സാധാരണക്കാരന്റെ കുട്ടികൾ AC റൂമിന്റെ അകത്ത് ടൈലിട്ട തറയിൽ, മാർബിളിട്ട തറയിൽ ഇരുന്നാണ് ഇന്ന് അങ്കണവാടിയിൽ പ്രാഥമിക ആരോഗ്യമന്ത്രി മാത്രമേ പറഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. MP ഇവിടെ MP ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡും ഐമാക്സും അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാട്ടാൻ ഈ കോൺഗ്രസ് പ്രവർത്തകർ കഴിയുമോ? ഏതെങ്കിലും ഒരു പ്രവർത്തനം ഐമാക്സിലായിട്ടും വെയിറ്റിംഗ് ഷെഡും അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞ 20 വർഷത്തെ മന്ത്രി എന്ന നിലയിൽ അവർ ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ കഴിവിനപ്പുറമായി, ഒരു വനിത എന്ന നിലയിൽ അതിനപ്പുറമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തെ പൂർണ്ണമായും ഒരു ആധുനിക രീതിയിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു. അത് അങ്കണവാടി ആയാലും ശരി, വെൽനസ് സെന്റർ ആയാലും ശരി, പ്രാഥമിക ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 3 വെൽനസ് സെന്റർ തുടങ്ങി. കഴിഞ്ഞ മുനിസിപ്പാലിറ്റി മുഴുവൻ ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു വെൽനസ് സെന്റർ തുടങ്ങാൻ ഇവിടെ സാധ്യതയില്ലാത്ത സമയത്ത് സ്വന്തം ബിൽഡിംഗിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു, സ്വന്തം ബിൽഡിംഗ്. ബാക്കി 2 വാടകയ്ക്കാണ് 3 വെൽനസ് സെന്റർ തുടങ്ങി. ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. ഇവിടുത്തെ അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി. AC വെച്ച അങ്കണവാടികളാണ് ഇവിടെ. AC വെച്ചതിലാണ് ഇവിടുത്തെ സാധാരണക്കാർ പഠിക്കുന്നത്. അപ്പൊ ഈ ആരോഗ്യമന്ത്രി ഇല്ലായ്മ ചെയ്യുന്നവർക്ക് ഈ ശിവദാസൻ നായർ എന്തെങ്കിലും ഒരു പ്രവർത്തനം 10 വർഷം ഇവിടെ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ശിവദാസൻ നായർ 15 വർഷം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലം. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ട് 25 വർഷം MP ആയ ഒരാളുണ്ട് ഇവിടെ ഒരു കല്ലിട്ടിട്ട് പോയ കല്ലിന്റെ മണ്ടയ്ക്ക് പുല്ല് കിളിക്കുക. എന്തോ ചെയ്ത അയാള്? കുറെ ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രം അയാൾ ചെയ്തത്. ആന്റണി MP ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം വികസനത്തിന്റെ 10 വർഷമായിരുന്നു. അതായത് ഗവൺമെന്റ് ആശുപത്രി, KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. KSRTC ബസ് ഇവിടെ ബാംഗ്ലൂര്, മംഗലാപുരം, മൈസൂർ എല്ലാ ദിവസവും ബസ്സുണ്ട്. ശബരിമല സീസണായ 100 ബസ്സാണ് പോകുന്നത്. 100 ബസ്. അതുപോലെ ശബരിമല സീസണിന് ആവശ്യത്തിന് 1000 ബസ്സുകൾ ഈ KSRTCയുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ അത്യാധുനിക ലൈബ്രറി, ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ലാബോടുകൂടിയ ഗവൺമെന്റ് ഹൈസ്കൂൾ. പിരിച്ച കണക്കൊന്ന് വ്യക്തമാക്കാമോ? വികസനം ഗവൺമെന്റ് ഹൈസ്കൂൾ. ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ ഈ വീണ ജോർജ് വികസനത്തിന് ഒരു വോട്ട്, അതാണ് ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് വിജയിക്കുവാൻ പോവുകയാണ്. വികസനത്തിന് ഒരു വോട്ട് ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു.